പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള പ്രവാചക കഥകളിലെ മറ്റൊരു സംഭവമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വൈ ഡിഡ് അള്ളാഹ് ക്രിയേറ്റ് us എന്ന ചോദ്യമുണ്ടല്ലോ, അതിൻ്റെ ഉത്തരം മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ആയത്തുകൾ എന്ന് പറയുന്നത്. അള്ളാഹു എന്തിനു വേണ്ടിയാണ് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ആദം അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട സംഭവം വിശദീകരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും. കുറച്ചുകൂടെ വൈഡായിട്ട് വിശാലമായിട്ട് പറഞ്ഞാൽ മുഴുവൻ മനുഷ്യരാശിയെയും എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ഈ ആയത്തുകളിലൂടെ പറയുന്നത് എന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً وَإِذْ قَالَ رَبُّكَ. ഇദ് ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞ സന്ദർഭം, ആ സിറ്റുവേഷൻ. ആര്? റബ്ബുക, നിന്റെ നാഥനായ അള്ളാഹു പറഞ്ഞ സന്ദർഭം ഓർത്തു നോക്കുക. ലിൽ മലായികതി, ടു ദ ഏഞ്ചൽസ് ഓഫ് ഗോഡ്, അള്ളാഹുവിൻ്റെ മലക്കുകളോട് അള്ളാഹു ഇത് പറഞ്ഞിട്ടുള്ള സന്ദർഭം ഓർത്തു നോക്കുക. ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഇന്നി തീർച്ചയായും ഞാൻ, ജാഇലുൻ നിശ്ചയിക്കുകയാണ്, ഐ ആം ഗോയിങ് ടു അപ്പോയിന്റ്, ഫിൽ അർദി ഈ ഭൂമിയിൽ ഞാൻ നിശ്ചയിക്കാൻ പോവുകയാണ്, ഞാൻ നിയോഗിക്കാൻ പോവുകയാണ് എന്ന് അള്ളാഹു പറയുന്നു. ആരെയാണ് നിയോഗിക്കുന്നത്? ഖലീഫ, ഞാൻ ഒരു പ്രതിനിധിയെ നിയോഗിക്കാൻ പോകുന്നു. പ്രതിനിധി എന്ന് പറഞ്ഞാൽ വൈസ് ജെറന്റ്, റെപ്രസെൻറ്റേറ്റീവ് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. അപ്പം മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു വാക്യമാണിത്. മലക്കുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹു എന്താണോ പറയുന്നത് അത് അതേപടി അനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടർ. മറ്റൊരു ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ മലക്കുകൾക്ക് അള്ളാഹു പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു പറഞ്ഞത് എന്തോ അത് മാത്രമാണ് അവരുടെ ടു ഡു ലിസ്റ്റിലുള്ളത്. അവർക്ക് അള്ളാഹു പ്രത്യേകമായ ജോലികൾ കൊടുത്തിട്ടുണ്ട്. ആ ജോലികൾ മാത്രം ചെയ്യുന്ന ഒരു കൂട്ടരാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മലക്കുകളോടാണ് അള്ളാഹു പറയുന്നത്, എനിക്കൊരു ഖലീഫയെ നിശ്ചയിക്കാൻ പോവുകയാണ്, ഭൂമിയിൽ ഞാനൊരു റെപ്രസെൻറ്റേറ്റീവിനെ അയക്കാൻ പോവുകയാണ് എന്ന്. ആ സമയത്ത് മലായിക്കത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തിരിച്ചു ചോദിക്കുകയാണ്. ഖാലു അതജഅലു ഫീഹ മൻ യുഫ്സിദു ഫീഹ. ഖാലു, അവർ മലക്കുകൾ പറയുന്നു അല്ലെങ്കിൽ പറഞ്ഞു, അതജഅലു ഫീഹ, ആർ യു ഗോയിങ് ടു അപ്പോയിന്റ് ഓൺ ദി എർത്ത് എന്നാണ് ചോദിക്കുന്നത്. ഈ ഭൂമിയിൽ അള്ളാഹുവേ നീ നിശ്ചയിക്കാൻ പോവുകയാണോ? മൻ യുഫ്സിദു ഫീഹ, ഈ ഭൂമിയിൽ, ഫീഹ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ പോകുന്ന, കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന, മിസ്ലീഡിങ്സ്, ഡിസ്പ്യൂട്ട്, ഇതൊക്കെയും സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ടീമിനെ, ഒരു കൂട്ടരെയാണോ അള്ളാഹുവേ നീ നിശ്ചയിക്കാൻ പോകുന്നത്, നീ സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് ഇവിടെ മലക്കുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. പിന്നീട് അവർ പറയുന്നത് വയസ്ഫിക്കുദ്ദിമ, ബ്ലഡ് ഷെഡ് ചെയ്യുന്ന, ഭൂമിയിൽ രക്തം ചിന്തുന്ന ഒരു കൂട്ടരെയാണോ അള്ളാഹുവെ നീ സൃഷ്ടിക്കുന്നത്? തുടർന്ന് അവർ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് അള്ളാഹുവിനോട് മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുന്നു, ഖലീഫയെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ മലക്കുകൾ അവർ കുഴപ്പം ഉണ്ടാക്കുന്നവരാണ്, മിസ്ലീഡ് ചെയ്യാൻ പോകുന്ന കൂട്ടരാണ് എന്നൊക്കെ പറയുന്നത്? അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. മലക്കുകൾ ആരാണ്? മലക്കുകൾ അള്ളാഹു എന്ത് പറയുന്നുവോ അത് കൽപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന, അതിലപ്പുറം ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരു കൂട്ടരാണ്, അല്ലേ? മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരെ ഖലീഫയായിട്ടാണ് നിശ്ചയിക്കാൻ പോകുന്നത്, സൃഷ്ടിക്കാൻ പോകുന്നത്. എന്താണ് ഖലീഫ? ഒരു വൈസ് ജെറന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, റെപ്രസെൻറ്റേറ്റീവ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഖലീഫ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? അവരുടെ ഡ്യൂട്ടി എങ്ങനെയായിരിക്കും? അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ പോകുന്ന ഒരു പ്ലാൻ, ഒരു സംഗതി, അത് ഭൂമിയിൽ നടപ്പിൽ വരുത്താൻ പോകുന്ന ഒരു കൂട്ടരായിരിക്കും. അള്ളാഹുവിനാണല്ലോ സുപ്രീം അതോറിറ്റി ഉള്ളത്. ആ അതോറിറ്റിയിൽ കുറച്ച് മനുഷ്യർക്ക് കൂടെ ലഭിക്കുന്നു എന്നത് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ആശ്ചര്യകരമായിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിനാണല്ലോ അതോറിറ്റി. എന്തും തീരുമാനിക്കാൻ കഴിവുള്ളവൻ, തീരുമാനിക്കാൻ പറ്റുന്നവൻ അള്ളാഹുവാണ്. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിനെ അനുസരിക്കുന്ന കൂട്ടരാണ്. പക്ഷെ മനുഷ്യർക്ക് അവരെ ഖലീഫകളാക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് എന്തും ചെയ്യാൻ ഭൂമിയിൽ അനുവാദം നൽകുകയാണല്ലോ. ഇത് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഡൗട്ട് ഉളവാക്കുന്ന ഒരു കാര്യമായിരുന്നു. അവർ അള്ളാഹുവിനോട് അതാണ് ചോദിക്കുന്നത്. അവർക്ക് അതോറിറ്റി വരുന്ന സമയത്ത്
മനുഷ്യർ അതിനുവേണ്ടി പരസ്പരം കലഹിക്കില്ലേ, രക്തം ചിന്തില്ലേ, ഭൂമിയിൽ അത് കുഴപ്പങ്ങൾ ഉണ്ടാക്കില്ലേ എന്ന് റബ്ബിനോട് ചോദിക്കുകയാണ്. പിന്നീട് മലായികത്ത് പറയുന്നത് വനഹ്നു നുസബ്ബിഹു ബിഹംദിക്, വനഹ്നു ഞങ്ങൾ, നുസബ്ബിഹു അല്ലാഹുവേ നിന്നെ പ്രകീർത്തിക്കുന്നു. നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയില്ലേ, നിന്നെ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു, ബിഹംദിക് നിന്നെ സ്തുതിച്ചുകൊണ്ട്, വനുഖദ്ദിസു ലക് നിന്നെ വാഴ്ത്തുകയും ചെയ്യുന്നു, നിന്റെ ശുദ്ധിയെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. പക്ഷെ ഇത് മലായികത്ത് പറയുന്നത് എന്നാൽ പിന്നെ നിന്നെ വാഴ്ത്തുന്ന, നിന്നെ സ്തുതിക്കുന്ന, പ്രകീർത്തിക്കുന്ന ഞങ്ങളെ നിന്റെ ഖലീഫകളാക്കിക്കൂടെ എന്ന് ചോദിക്കുകയല്ല, മറിച്ച് ഞങ്ങൾ സദാസമയവും നിന്നെ സ്മരിക്കുന്നു, സ്തുതിക്കുന്നു, നിന്നെ പ്രകീർത്തിക്കുന്നു. പിന്നെ വാട്ട് ഈസ് ദ നീഡ് ഫോർ സച്ച് എ കൈൻഡ് ഓഫ് ക്രിയേച്ചേഴ്സ്? അങ്ങനെ ഒരു മനുഷ്യരാശിയെ സൃഷ്ടിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? അവിടെ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്ന രീതിയിലാണ് മലായികത്ത് അള്ളാഹുവിനോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുന്നു, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. ഖാല അള്ളാഹു പറഞ്ഞു, ഇന്നി അഅലമു തീർച്ചയായും ഞാൻ അറിയുന്നു, മാ ലാ തഅലമൂൻ നിങ്ങൾക്കറിയാത്തതൊക്കെയും, നിങ്ങൾക്കറിയാത്ത പലതും ഞാൻ അറിയുന്നുണ്ട് എന്ന് അള്ളാഹു മലക്കുകളോട് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മറ്റൊരു സംഭവത്തിലേക്ക് കിടക്കുകയാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളുടെയും പേരുകൾ അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പഠിപ്പിച്ചതിന് ശേഷം സുമ്മ അറദഹും അലൽ മലായിക, മലക്കുകളുടെ മുമ്പിൽ അതൊക്കെയും നിരത്തി വെച്ചിട്ട് അള്ളാഹു പറയുന്നു, അംബിഊനി ബി അസ്മാഇ ഹഉലാഇ, മലക്കുകളെ നിങ്ങൾ ഇതിൻ്റെയൊക്കെ പേരുകൾ എനിക്ക് പറഞ്ഞു തരിക. ഇത് മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിനുള്ളൊരു മറുപടിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മനുഷ്യർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഖലീഫകളാക്കി അള്ളാഹു സൃഷ്ടിക്കുന്ന കൂട്ടരെന്ന് പറയുന്നത് ഇങ്ങനെ ഡിസ്പ്യൂട്ട് ഉണ്ടാക്കാൻ, മിസ്ലീഡ് ചെയ്യാൻ പോകുന്ന ഒരു കൂട്ടരാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ വസ്തുക്കളുടെയൊക്കെ പേരുകളൊന്ന് പറഞ്ഞു തരിക എന്ന്. പക്ഷേ മലക്കുകൾക്ക് അവയൊന്നും അറിയില്ലല്ലോ. മലക്കുകൾ അള്ളാഹുവിനോട് മറുപടി പറഞ്ഞു, സുബ്ഹാനക് ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവെ നീ പഠിപ്പിച്ചു തന്നതല്ലാത്തതൊന്നും ഞങ്ങൾക്ക് അറിയുകയില്ലല്ലോ. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്കൊരു ഡ്യൂട്ടി നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടാവും. കാറ്റിന്റെ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മലക്കാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതികളായിരിക്കും ആ മലക്കിന് വശമുണ്ടാവുക. മറ്റൊരു ഡ്യൂട്ടിയെക്കുറിച്ചോ ലോകക്രമത്തെക്കുറിച്ചോ അറിയുകയോ ചെയ്യാൻ മുതിരുകയോ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അറിവ് എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. പക്ഷേ അള്ളാഹു മലക്കുകളോട് നിങ്ങൾക്കിത് പറയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ മലക്കുകൾക്ക് അത് അറിയില്ല. ശേഷം അള്ളാഹു ആദം അലൈഹിസ്സലാമിനോട് അള്ളാഹു ഇത് ആവശ്യപ്പെടുന്നു. ആദം അലൈഹിസ്സലാം അതിൻ്റെ ഓരോ വസ്തുക്കളുടെയും പേരുകൾ അള്ളാഹുവിന് പറഞ്ഞു കൊടുക്കുന്നു. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്കറിയാത്ത പലതും, ആകാശഭൂമികളിൽ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള പലതും ഞാൻ അറിയുന്നുണ്ട് എന്ന്. അപ്പോൾ അള്ളാഹു മനുഷ്യർക്ക് അതോറിറ്റി നൽകുന്നുണ്ട്, അതുപോലെ നോളജ് നൽകുന്നുണ്ട്. ദ നെയിംസ് ഓഫ് ദ തിങ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തിലേക്കും ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ഒരു സംഗതി അറിയുമ്പോൾ ആദ്യം അറിയുന്നത് അവയുടെ പേരുകളായിരിക്കും. അത് ദ ഡോർ ടു നോളജ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും, അല്ലേ? അപ്പൊ ആദമിനെ ആ നോളജ് പഠിപ്പിച്ചു എന്ന് അള്ളാഹു പറയുകയാണ്. അപ്പൊ തീർത്തും മലക്കുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. അങ്ങനെ അതിനൊരു പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ തുടർന്ന് അള്ളാഹു പറയുന്ന, തുടർന്ന് നടക്കാൻ പോകുന്ന ഒരു സംഭവത്തെക്കുറിച്ച് കൂടെ നമ്മൾ വായിക്കേണ്ടതുണ്ട്. പിന്നീട് അള്ളാഹു മലക്കുകളോട് കൽപ്പിക്കുന്നു, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം. അള്ളാഹു മലക്കുകളോട് ആദമിനോട് പ്രണാമം ചെയ്യാൻ കൽപ്പിക്കുകയാണ്. ആദമിനെ പ്രോസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയാണ്, സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുകയാണ്. അള്ളാഹു അല്ലാത്ത മറ്റാരെങ്കിലും സുജൂദ് ചെയ്യാൻ പറ്റുമോ? മലക്കുകൾ അനുസരിക്കുന്നത് അള്ളാഹുവിനെ മാത്രമാണ്. ആ അള്ളാഹുവിനെയല്ലേ സുജൂദ് ചെയ്യുക, മറ്റേതെങ്കിലും സൃഷ്ടിയെ സുജൂദ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് തോന്നും, അല്ലേ? അപ്പം ഇതിനൊരു വിശദീകരണം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു സുപ്രീം സോവറിൻ അതോറിറ്റി, ഈ അതോറിറ്റി ഒരു നാട്ടിലേക്ക് ഒരു ഗവർണറെ ഒരു ഡ്യൂട്ടിയുമായിട്ട് അയക്കുകയാണ്. ആ അയക്കുന്ന സമയത്ത് ആ നാട്ടിലുള്ള ഗവൺമെൻറ് എംപ്ലോയീസ് എല്ലാവരും ഈ ഗവർണറെ അനുസരിക്കും, അല്ലേ? ഈ ഗവർണർ എന്തോ ഒരു ഡ്യൂട്ടിയുമായിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള ഗവൺമെൻറ് എംപ്ലോയീസ് എല്ലാവരും ഈ ഗവർണറെ അനുസരിക്കുക എന്ന് പറയുന്നത് അവരുടെ ബാധ്യതയാണ്. അതാണ് സുപ്രീം അതോറിറ്റി ഗവൺമെൻറ് എംപ്ലോയീസിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൽപ്പന ഈ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് നിലനിൽക്കുന്നിടത്തോളം
എന്ത് ഈ ഗവർണർ ചെയ്താലും, അത് എന്താവശ്യപ്പെട്ടാലും ഈ എംപ്ലോയീസ് അതനുസരിക്കും. അതിനി നല്ലതാവട്ടെ ചീത്തയാവട്ടെ, എന്താണോ ഈ ഗവർണർ ഉദ്ദേശിക്കുന്നത് അത് നടപ്പിൽ വരുത്താൻ ഗവർണറോട് കൂടെ കോപ്പറേറ്റ് ചെയ്തിട്ട് ഈ എംപ്ലോയീസ് ഉണ്ടായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് ഈ അതോറിറ്റി നിങ്ങളത് നിർത്തിവെക്കണം, ഇനി അത് അനുസരിക്കേണ്ടതില്ല എന്ന് പറയുന്ന പക്ഷം ഒരിക്കലും ഈ ഗവർണറിന് ആ അതോറിറ്റി ഉണ്ടാവുകയുമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഈ ഗവർണറിനെ സ്ഥാനത്ത് നിന്ന് ഇറക്കാൻ, സ്ഥാനഭ്രഷ്ടനാക്കാൻ എന്നാണ് പറയുക. അതുപോലെ ഈ ഗവർണറെ ഇംപ്രിസൺ ചെയ്യാൻ, ജയിലിൽ അടയ്ക്കാൻ ഒക്കെ ഈ അതോറിറ്റി എംപ്ലോയീസിനോട് കൽപ്പിക്കുന്ന ഒരു സമയമുണ്ടാകുമല്ലോ. ആ സമയത്ത് ഈ ഗവർണറെ ഒരിക്കലും അനുസരിക്കാതെ എംപ്ലോയീസ് അനുസരിക്കുക ദ അതോറിറ്റി ആയിരിക്കും, ദ സുപ്രീം അതോറിറ്റി ആയിരിക്കും. ഇതാണ് മലക്കുകളും മനുഷ്യരും തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്, അവർ തമ്മിലൊരു കണക്ഷൻ എന്ന് പറയുന്നത്. അള്ളാഹു മലക്കുകളോട് ആദം അലൈഹിസ്സലാമിനെ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരെ അള്ളാഹു ഭൂമിയിലേക്ക് നിശ്ചയിക്കുകയാണ്, ഖലീഫയായി നിശ്ചയിക്കുകയാണ്. അവർ അള്ളാഹു പറഞ്ഞത് പ്രകാരം ഭൂമിയിൽ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യും, അവർക്ക് തോന്നുന്നതൊക്കെയും ചെയ്യും. അവർ നമസ്കരിക്കും, ചിലപ്പോൾ കളവാക്കും, ചിലപ്പോൾ കളവ് പറയും, ചിലപ്പോൾ നന്മ കൽപ്പിക്കും. ഇതിനൊക്കെ കോപ്പറേറ്റ് ചെയ്യുന്ന രൂപത്തിൽ മനുഷ്യർ വർത്തിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായി വർത്തിക്കുന്നതാവണം മലക്കുകൾ എന്ന് അള്ളാഹു മലക്കുകളോട് പറയുന്ന ഒരു രൂപമാണ് ഇത് എന്ന് നമുക്ക് വിശദീകരണത്തിൽ നോക്കുമ്പോൾ, വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഈ ഒരു സംഭവം, കഥ നമ്മളിൽ ഉണ്ടാക്കുന്നത്, ഉണർത്തുന്നത് എന്ന് ചോദിച്ചാൽ, അള്ളാഹു ഭൂമിയിലേക്ക് എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചിട്ട് അയച്ചിട്ടുള്ളത്? അതിൻ്റെ പിന്നിൽ ഒരു മോട്ടീവ് ഉണ്ട്, എന്തോ ഒരു കാരണമുണ്ട്. അള്ളാഹു നമുക്കൊരു ഡ്യൂട്ടി നൽകിയിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഖലീഫകളായിട്ട് എന്നുള്ളതാണ്. അള്ളാഹു ഭൂമിലോകത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സംഗതി മനുഷ്യരായ നമ്മൾ ഏറ്റെടുത്ത് ഭൂമിയിൽ നടപ്പിൽ വരുത്തുക എന്നത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് എന്ന് പറഞ്ഞു വെക്കുക കൂടിയാണ്. ആ ഡ്യൂട്ടി എന്താണ് എന്നുള്ളത്, എന്തൊക്കെയാണ് നമ്മുടെ അള്ളാഹുവിൻ്റെ ഖലീഫയായിക്കൊണ്ടുള്ള നമ്മുടെ ബാധ്യതകൾ എന്നുള്ളത് വിശുദ്ധ ഖുർആനിലെ മറ്റ് ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇൻഷാ അള്ളാഹ് ക്യൂസ്പോട്ടിൻ്റെ ക്ലാസ്സുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.